ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഒടമല മഖാം ആണ്ടുനേർച്ചയ്ക്ക് കൊടിയേറി 4 മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്കാണ് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പതാക ഉയർത്തിയതോടെ തുടക്കമായത്. ദക്ഷിണ മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഒടമല മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷൈഖ് ഫരീദ് ഔലിയയുടെ 4 മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്കാണ് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പതാക ഉയർത്തിയതോടെ തുടക്കമായത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ആ മഹാന്മാരിവിടെ കാണിച്ചു തന്ന പ്രത്യേകമാവുന്ന രൂപം ശൈലി ഒരു മോമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ആ ഒരു വലിയൊരു മാതൃകയാണ് അവരൊക്കെ ഇവിടെ കാണിച്ചിട്ടുള്ളത്. എല്ലാ മഹത്തുക്കളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാണ് നമ്മളെ കേരളക്കരയിൽ മറവിട്ട് എടുക്കുന്ന ഒരുപാട് മഹാന്മാർ. അത് നമ്മൾ പേരറിയണവരുണ്ട്, അറിയാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ അറിയുന്ന മഹത്തുക്കളാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവിനെ പറ്റി നമ്മൾ പരിശോധിച്ച് നോക്കുകയാണ്. അവരിവിടെ ഈ ലോകത്ത് ഒരാളെ ഉപദ്രവിക്കാതെ ഹൃദയത്തിനെ പൂർണ്ണമായി കൊണ്ട് ശുദ്ധീകരിച്ചു. അങ്ങനെയാണ് മഹാന്മാർ അവരെ ഈ തസവുഫ് അതിൻ്റെ അടിസ്ഥാനം അതാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാമ്, തിരുസുന്നത്ത്, മഹാന്മാരാവുന്ന അയിമ്മത്തിനുള്ളതായ അഖ്വാലുകൾ ഇതിനൊക്കെ ആസ്പദമാക്കിക്കൊണ്ടിട്ടാണ് അവരെ തെരീഖത്തുകളെ സ്ഥാപിക്കപ്പെട്ടുള്ളത്. മഹാന്മാരാവുന്ന തെരീഖത്തിൻ്റെ മശായിഖന്മാരൊക്കെ. മഹല്ല് മുദരിസ് ഷെരീഫ് ഫൈസി അധ്യക്ഷത വഹിച്ചു. മഖാമിന്റെ സൗഹൃദ പാരമ്പര്യത്തെ ഉയർത്തിക്കൊണ്ട് കൊടിയേറ്റത്തിന് കയർ സംഭാവന ചെയ്ത ആനമങ്ങാട് സ്വദേശി കുട്ടൻ നായരും പങ്കെടുത്തു. ഫരീദി അജ്മൽ റോഷൻ വട്ടപ്പറമ്പ് ഫരീദ് ഔലിയ അനുസ്മരണ പ്രഭാഷണം നടത്തി. കൊടശ്ശേരി ഇബ്രാഹിം മുസ്ലിയാർ, ഹിബത്തുള്ള ദാരിമി തൂത, സുബൈർ ഫൈസി, ഉമർ അലി ദാരിമി എടത്തറ തുടങ്ങി മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും പങ്കെടുത്തു. നേർച്ചയോടനുബന്ധിച്ച് ചൊവ്വാഴ്ച എം നൌഷാദ് ഭാക്കവി, ബുധനാഴ്ച അൻവർ മുഹീദ്ദീൻ ഹുദവി ആലുവ എന്നിവർ പ്രഭാഷണം നടത്തും. മെയ് 2-ാം വാരത്തിൽ വിവിധ ദിവസങ്ങളിലായി യുവസംഗമം, മതപ്രഭാഷണം, പ്രാർത്ഥനാ സമ്മേളനം, മൗലിദ് പാരായണം, തുടർന്ന് ജാതി മതഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് നേർച്ച സമാപിക്കുക. CCN പെരിന്തൽമണ്ണ.